നമസ്കാരം, ഞാൻ ഐഷ ഹസീന. ഏറെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാളുകളായി നമ്മൾ പരസ്പരം ഇങ്ങനെ മുഖാമുഖം സംസാരിച്ചിട്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ, നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മൂഡ് ചേഞ്ചാണ്. കുറേ സുഹൃത്തുക്കളുമായി ഞാൻ സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത്, ഒരു അറിവെന്ന് പറയുന്നത്, അപ്രതീക്ഷിതമായി നമ്മൾ സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ. അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാകുന്നു, ഒന്നിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കാൻ നമ്മൾ മറക്കുന്നു, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതും വിട്ടുപോകുന്നു. പക്ഷേ ഈ വിട്ടുപോകുന്നു എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തിരിച്ചറിയാൻ കഴിയുകയും ആ തിരിച്ചറിവ് നമ്മളെ കൂടുതൽ കുറ്റബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ഇത്തരം വിഷയങ്ങൾ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് എല്ലാ മനുഷ്യരിലും, എല്ലാ ആളുകളിലും, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് വീട്, മുറ്റം, അടുക്കള, കുട്ടികൾ, തൻ്റെ ഇണ, മാതാപിതാക്കൾ, ചുറ്റുവട്ടം, അതിനപ്പുറത്തേക്കൊരു ലോകം അവർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്ട്രെസ് ഇറക്കി വയ്ക്കാനായി ഒരു നല്ല സൗഹൃദം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ടുള്ള അമിതമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം സംഘർഷം നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, സ്വയം കണ്ടെത്തേണ്ട ചില സംഗതികളുണ്ട്. അതിൽ ഒന്ന്, ആരോഗ്യപരമായി ഞങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദിനചര്യകൾ കൃത്യമാണോ, നമ്മുടെ ഭക്ഷണം നമ്മുടെ പ്രായത്തിനനുസൃതമായിട്ടുള്ള ഭക്ഷണ രീതികളാണോ നമ്മൾ അവലംബിക്കുന്നത്, ശരീരത്തിൻ്റെ ഓരോ സമയത്തുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഒരു ചെറിയ മാറ്റം മതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂഡ് ചേഞ്ച് ആകാൻ. നിസ്സാരമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മുടി കൊഴിച്ചിൽ സ്ത്രീകളിൽ വല്ലാതെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ് മുടി കൊഴിച്ചിൽ. അത്യാവശ്യം തലമുടി ഉണ്ടായിരുന്ന ആൾ അതിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ അതേക്കുറിച്ച് തന്നെ ആവലാതിപ്പെടാറുണ്ട്. അത് തന്നെ ഒരു മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലെ ശ്രദ്ധ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പുകൾ എങ്ങനെയാണ്, നമ്മുടെ എല്ലാ കാലത്തും ജീവിതത്തിൽ ഇങ്ങനെ പ്രണയം ഒരേപോലെ നിലനിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഓരോ ചേഞ്ചസ് ഉണ്ടാവണം. അങ്ങനെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇണയുമായിട്ടുള്ള നമ്മുടെ ഒരു കെമിസ്ട്രി കറക്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിസ്കഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. പരസ്പരം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയണം. നമ്മുടെ ഇണയോട് വിഷയങ്ങളെ തുറന്ന് സംവദിക്കാൻ നമുക്ക് കഴിയണം. തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ വല്ലാതെ സ്ട്രെസ്ഫുള്ളാവും. നമ്മൾ ജീവിച്ചതുപോലെയല്ല, നമ്മൾ അനുസരിച്ചതുപോലെയല്ല, നമ്മുടെ ആശകൾ പോലെയല്ല, നമ്മുടെ ഇഷ്ടങ്ങൾ പോലെയല്ല കുട്ടികളുടേത്. അപ്പോൾ ഓരോ ജനറേഷനും ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. നമ്മുടെ ജനറേഷനിൽ നമുക്കുണ്ടായിരുന്ന പലതും അവർക്ക് നഷ്ടമാകുന്നു, പക്ഷേ നമുക്കില്ലാതിരുന്ന പലതും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന അത്തരം മാറ്റങ്ങൾ നമ്മൾ അവരോടൊപ്പം നിന്ന്, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ മാറ്റങ്ങൾക്കൊപ്പം നീങ്ങാൻ ഒരു സേഫ് സോണിലൂടെ നീങ്ങിപ്പോകാൻ നമുക്ക് അവർക്കൊരു മാർഗനിർദ്ദേശം നൽകി അവരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം. ഇതൊക്കെ സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകളാണ്, ഒരുപാട് ടെൻഷൻസാണ്. സ്കൂൾ തുറക്കാനൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ധൃതിപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ബാഗ് വാങ്ങുക, ഡ്രസ്സ് വാങ്ങുക, അവരുടെ ബുക്സ് വാങ്ങുക, അത് സേഫായിട്ട് അവർക്ക് ശരിയാക്കിയൊക്കെ കൊടുക്കുക. ഇത്തരത്തിലുള്ള സ്ട്രെസ്സൊക്കെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ചുമക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അത് തനിയെ ചെയ്യേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാവും.
ഇന്നലെ വരെ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതും നമ്മളെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിൽ പെടുത്തുന്നുണ്ടാവാം. ഏതൊരു കാര്യമാകട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് അത് വിജയത്തിലെത്തുമ്പോഴാണ് നമുക്ക് അഭിമാനം തോന്നുക. മാനസികമായ സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ നമുക്ക് നമ്മളെ തന്നെ ആദ്യം സ്റ്റഡി ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. ഭക്ഷണകാര്യം പറഞ്ഞതുപോലെ, ഉറക്കം, നമ്മുടെ വയസ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വയസ്സിനനുസരിച്ചുള്ള നമ്മുടെ ഭാരം നമ്മുടെ ശരീരത്തിനുണ്ടോ, നമുക്ക് കൃത്യമായ പ്രോട്ടീൻസ് കിട്ടുന്നുണ്ടോ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി സ്ത്രീകളുടെ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എല്ലാവരോടും സ്നേഹം, നന്ദി.